രേണു പ്ലസ് സുധി പ്ലസ് യൂണിവേഴ്സ്. ഇതൊരു ഭയങ്കര ബിൽഡാവുന്ന യൂണിവേഴ്സാണ്. കുറേ ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. സ്റ്റേബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് രേണു ആൻഡ് സുധി ഈസ് നോ മോർ. ബട്ട് സുധിയെ ചുറ്റിപ്പറ്റിയിട്ട് ഇങ്ങനെ യൂണിവേഴ്സ് കറങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സ് ബിൽഡാവുമ്പോൾ കുറേ കാര്യങ്ങൾ കാണുന്ന പ്രേക്ഷകർക്ക് ഭയങ്കര എന്തൊക്കെയാണ് നടക്കണേ എന്നുള്ളത് അറിയാൻ ക്യൂരിയോസിറ്റി ഉള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സിന് ഭയങ്കര വ്യൂവർഷിപ്പ് കിട്ടുന്നത്. ഒരു സിനിമാറ്റിക് വേൾഡ് പോലെ നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, ഇത് അരിക്കുള്ള കണ്ടൻറ്റാണ്. റൈസ്. സോ ഞാൻ നോക്കുമ്പോൾ വീണ എസ് പിള്ള, ഞാൻ സുധി രേണു വിഷയങ്ങളൊക്കെ സംസാരിച്ച സമയത്ത് ഒരിടയ്ക്ക് പറഞ്ഞ പേരാണ്. ഒരു ലേഡി ഉണ്ട്, സുധിയുടെ പാസ്റ്റ് നോക്കുന്ന സമയത്ത് ഒരു കൊമൻറ്റിലാണ് എനിക്ക് ഇവരുടെ പേര് കിട്ടിയത്. സുധി കല്യാണം കഴിച്ചപ്പോൾ 3 പേരെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിൽ നടുവിലുള്ള വീണ എസ് പിള്ള, അതായത് കിച്ചുവിൻ്റെ അമ്മയല്ലാതെ അടുത്തൊരു കല്യാണം കഴിച്ചു വീണ എസ് പിള്ള എന്ന് പറഞ്ഞൊരു ലേഡിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ രേണു വന്നിട്ടുള്ളത് എന്നുള്ളത്. സോ അവരിങ്ങനെ പ്രത്യക്ഷത്തിൽ വന്നൊരു എന്താ പറയുക, ഒരു ബ്രേക്ക് ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. അവരിങ്ങനെ ഒരു വോയിസ് അയക്കുന്നു, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു കാര്യം കൺവേ ചെയ്യുന്നു. ഇപ്പോൾ അവരുടെ സ്വന്തം പ്രൊഫൈലിൽ വന്നിട്ട് ആദ്യം ഒരു ലൈവ് വീഡിയോ ഇട്ടു. പിന്നെ അതിനുശേഷം ഒട്ടും ക്ലിയർ അല്ലാത്ത രീതിയിലുള്ള സംസാരം വെച്ചിട്ടുള്ള അവരുടെ ഒരു ഇൻ്റർവ്യൂ വന്നു. ബട്ട് ഓഡിയോ അത്ര ക്ലിയർ അല്ല. ഓൺലൈൻ മലയാളി സ്പെഷ്യൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ 10 ലക്ഷം വ്യൂവേഴ്സാണ് ആയത് 21 മണിക്കൂർ കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും വന്നിട്ടുണ്ട്. ഇതിലും കൂടുതൽ വ്യൂവേഴ്സ് കൂടാനേ ഞാൻ ചാൻസ് കാണുന്നുള്ളൂ. സഹികെട്ട് കൊല്ലം സുധിയുടെ മുൻ ഭാര്യ വീണ എസ് പിള്ള എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ. പൊട്ടിക്കരഞ്ഞ് സുധിയുടെ 2ാം ഭാര്യ. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു 29 മിനിറ്റുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് ആ ചാനലിൽ ഡെഫിനറ്റ്ലി കയറി കാണാം. ബിക്കോസ് ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇതിൽ സംസാരിക്കുന്നുള്ളൂ. സോ ദ കംപ്ലീറ്റ് വേർഷൻ നിങ്ങൾക്ക് ആ ചാനലിൽ കയറിയാൽ കാണാൻ പറ്റും. പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് അവർ കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഞാനാണെങ്കിലും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു കോർ സീരിയൽ ഓഡിയൻസിൻ്റെ അവരുടെ ഒരു ഇമോഷണൽ സാധനമുണ്ട്. എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. ആ ഒരു ക്യൂരിയോസിറ്റിൻ്റെ മുകളിൽ തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സ് ബിൽഡായിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ക്യാരക്ടർ വീണ എസ് പിള്ള, ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുള്ളൊരു കാര്യം, ഇവരുടെ കാര്യം ഇതിനു മുമ്പ് സംസാരിച്ചപ്പോഴും എൻ്റെ മൈൻഡ് കൂടി പോയൊരു കാര്യമാണ്. എന്തിനാണ് ഇവരിപ്പോൾ വന്നത്? ഇവരുടെ ബോഡി ഫസ്റ്റ് പുറത്ത് വന്ന സമയത്ത് അതിൽ തന്നെ ഒരു സംഗതി ഉണ്ടായിരുന്നു. ഈ രേണു ഇവരുടെ കുറേ കോമൺ ഫ്രണ്ട്സ്, അതായത് മീഡിയയിലുള്ള തന്നെ പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാത്ത കുറേ കോമൺ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഈ വീണ സുധിയുടെ കീപ്പായിരുന്നു അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ആയിരുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പോൾ അതവർ ഭയങ്കര ഹേർട്ടായി. അതുകൊണ്ട് തന്നെ പല സാഹചര്യത്തിലും ഇപ്പോൾ ഈ വീണയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്ത് വന്ന സമയത്ത് രേണുവിനോട് ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന സമയത്താണെങ്കിലും അങ്ങനെ ഒരാളെക്കുറിച്ച് അറിയേയില്ല രേണുവിന് എന്നുള്ള കാര്യങ്ങളൊക്കെ രേണു പറഞ്ഞപ്പോഴൊക്കെ അതൊക്കെ അവർക്ക് ഭയങ്കര ഹേർട്ടായി, ഷെയിമായി എന്നുള്ളത് കൊണ്ട് അവർ പുറത്ത് വരുന്നു. ഓക്കെ, അപ്പോൾ ഓബിയസ്ലി ഇതുകൊണ്ടൊക്കെ എൻഡ് ഓഫ് ദ ഡേ ആർക്കാണ് ഒരു ചീത്ത പേര് വരുന്നത്? അതായത് മരിക്കുന്നത് വരെ നല്ലൊരു കലാകാരൻ, മരിച്ചതിന് ശേഷം അതുല്യമായ കലാകാരൻ, ഭയങ്കര എന്താ പറയുക സ്റ്റാർഡത്തിലേക്ക് പോയ ഒരാളാണ് സുധി. പിന്നെ ഒരിടയ്ക്ക് രേണുവിൻ്റെ തന്നെ ഈ ഗിമിക്കുകൾ കാരണം സുധിക്കിട്ട് ചീത്ത കേൾക്കാൻ തുടങ്ങി. ഇപ്പോൾ സുധീൻ്റെ പാസ്റ്റും കൂടിയും പുറത്ത് വരാൻ തുടങ്ങിയപ്പോൾ കംപ്ലീറ്റ് ഈ അഴുകിയ ബാഗേജ് സുധിയുടെ തലയിലാണ് പോയി വീഴുന്നത്. സുധിയുടെ കള്ളുകൂടി, സുധിയുടെ ഒരു പേഴ്സണൽ ലൈഫിലുള്ളൊരു ഷെയ്ഡ് ഉണ്ട് സുധിക്ക്. ഓക്കെ, അത് സുധീൻ്റെ ക്ലോസ് ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞ അറിവൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ നമ്മളാരും ഇത് വന്ന് തട്ടാറില്ല സോഷ്യൽ മീഡിയയിൽ. മരിച്ചുപോയ ഒരാളാണ്. പക്ഷേ ഇതിപ്പോൾ മുൻ ഭാര്യ, ഇപ്പോഴുള്ള ഭാര്യ, മനസ്സിലായോ? ആദ്യത്തെ ഭാര്യ കിച്ചൂടെ അമ്മ മരിച്ചുപോയി, ഇല്ലെങ്കിൽ അവരും വന്ന് സംസാരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു, അല്ലെങ്കിൽ അവർ വന്ന് സംസാരിക്കുമായിരുന്നു. സോ വാട്ട് എവർ, ആ ഒരു അഴുക്ക് ബാഗേജ് മൊത്തം പോകുന്നത് സുധിയുടെ തലയിലേക്കാണ്. സോ സുധിയുടെ പാസ്റ്റാണ് ഓഡിറ്റ് ചെയ്യുന്നത്. മരിച്ചുപോയൊരു വ്യക്തിയുടെ പാസ്റ്റാണ് ഇവിടെ ഓഡിറ്റ് ചെയ്യുന്നത്. ജീവിച്ചിരിക്കുന്നവർ കാരണമാണ് എന്നുള്ളത്. ഇപ്പം നിങ്ങളാരും പറയണ്ട നമ്മൾ യൂട്യൂബ് ചാനലുകളാണ് എന്നുള്ളത്. നോ, ഡെഫിനറ്റ്ലി നമ്മളല്ല, ഇവർ തന്നെയാണ്. ഇവരാണ് സുധിയുടെ ഒപ്പം ജീവിച്ചതും ജീവിക്കുന്നതും ജീവിച്ചിരുന്നതുമായിട്ടുള്ള ആളുകൾ. സുധിയുടെ ഓർമ്മയിൽ ആയതുകൊണ്ടാട്ടെ ഞാൻ ജീവിക്കുന്നതെന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് രേണു. അപ്പം എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഈ ലേഡി എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ളത് നമുക്ക് കുറച്ച് നോക്കാം. ഞാൻ പറയുന്നു, ഈ ടോപ്പിക്ക്, ഈ യൂണിവേഴ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള മാത്രം ഇവിടെ നിന്നാൽ മതി. ഇല്ലെങ്കിൽ രാത്രി ഞാൻ നട്ടപ്പാതിര വീഡിയോയിൽ ധർമ്മശാലേൻ്റെ അപ്ഡേറ്റ്സ് ഇടുന്നുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാം. ഇന്നലെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കുറേ വെളിനാട്ടിൽ നിന്നൊക്കെ ഗൾഫ് രാജ്യങ്ങളൊക്കെ നെറ്റ് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നെ ഭയങ്കര ഭീഷണിയൊക്കെ പെടുത്തുന്നു. അവരോട്, എന്നോടല്ല, ഭീഷണിപ്പെടുത്തുന്നത് പോലെ കുറേ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു.
മഴയുണ്ട്. ഇപ്പോൾ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി രേണുവിനെതിരെ ഞാൻ കളിച്ചാൽ എന്നെ വലിച്ചു കീറി ഒട്ടിക്കും, സമൂഹത്തിന് മുമ്പിൽ നാണം കെടും. പിന്നെ കുറേ കമൻറ്റുകൾ വരുന്നുണ്ട്, എൻ്റെ പാസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 100 മുത്തുച്ചിപ്പി വായിച്ച ഒരു സംതൃപ്തി കിട്ടും എന്നൊക്കെയാണ്. എൻ്റെ പഴയ കാലങ്ങളായാലും പുതിയ കാലങ്ങളായാലും ചെകഞ്ഞു പോകുന്നവരോട് മാത്രമായിട്ടാണ് ഞാൻ ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത്. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങളിനി ആരെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നാലും എനിക്ക് നോ പ്രോബ്ലം. കാരണം ഞാനും എൻ്റെ ഭർത്താവും ജോലിയെടുത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഈ പറയുന്ന ആൾക്കാർ ഒന്നും തന്നിട്ടല്ല. ഇപ്പൊ രേണു ചാനലിൽ ഇരുന്ന് പറഞ്ഞത് 1 ലക്ഷം രൂപ ഇതാ ഞാൻ വീട്ടിൽ ഇരിക്കാം, അതൊന്നും പറയേണ്ട ആവശ്യം എനിക്കില്ല. ഇവർക്ക് സപ്പോർട്ട് കൂടും. കാരണം എന്താ അറിയോ, രേണുവിൻ്റെ വേ ഓഫ് സംസാരവും അവരുടെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആളുകൾക്ക് ഒരു നെഗ് അടിക്കുന്ന സാധനമാണ്. ഓക്കെ, കാണുമ്പോൾ ഒരു നെഗ് അടിക്കുന്ന സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ ഈ സംസാരവും ഇവരുടെ ഈ ഒരു ക്ലാരിറ്റി കൂടുതലും ഉള്ളതുകൊണ്ട് ഇവർക്കൊരു മാസീവ് സപ്പോർട്ട് കയറാനുള്ളൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ആൻഡ് ദ വെരി നെക്സ്റ്റ് തിങ്, ഇവർ ഈ പറഞ്ഞ പോലെ രേണുവിന് വേണ്ടി വാളെടുത്തിറങ്ങാൻ രേണു ആർമി ആയിട്ട് ഗൾഫിൽ നിന്നൊക്കെ നെറ്റ് കോളൊക്കെ വിളിക്കാൻ മാത്രം രേണു ആരുടെ KGF റോക്കിൻ്റെ ഫീമെയിൽ വേർഷനാണ് എനിക്കറിയില്ല. പിന്നെ കമൻറ്റ് ബോക്സിനകത്ത് മുത്തുച്ചിപ്പി പോലെ നിങ്ങളുടെ പാസ്റ്റ് എന്നൊക്കെ പറയുന്നത്, ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ കമൻറ്റ്. നിങ്ങൾ തന്നെ ഇതിൽ പറയുന്നു നിങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ലേഡിയാണ്, നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ അധ്വാനിച്ച് ജീവിക്കുന്ന നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന നിങ്ങളെക്കുറിച്ച് രേണു പ്രത്യക്ഷത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അറിയില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ക്രൗഡിൻ്റെ മുന്നിൽ നിങ്ങൾ അറിയില്ല എന്നാണ് അവർ പറഞ്ഞത്. നല്ല നിങ്ങളുടെ പാസ്റ്റ് ഒന്നും രേണു പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് രേണു പറഞ്ഞിട്ടില്ല, ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ബിഹൈൻഡ് ദ സീൻസ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ നിങ്ങളെ കോമൺ ആയിട്ട് അറിയുന്നവരുടെ ഇടയിലോ ചിലപ്പോൾ രേണു പറഞ്ഞു കാണും. അത് പബ്ലിക്കിൽ വന്നിട്ടുമില്ല. അത് പബ്ലിക്കിൽ വരുന്നത് നിങ്ങൾ പറയുമ്പോഴാണ് എന്നെക്കുറിച്ച് ഇങ്ങനെ ഈ ലേഡി പറയുന്നുണ്ട് എന്നുള്ളത്. സോ ഇതൊക്കെ സംസബ് ചെയ്യുന്നത് എവിടെ ചെന്നാൽ നിൽക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾ തന്നെയാണ് ഈ സാധനം പുറത്തിട്ടത്. ഓക്കെ, ഈ വീണ എന്ന് പറഞ്ഞ ലേഡി എൻ്റെ വേർഷനിൽ ഇവർ തന്നെയാണ് ഈ സാധനം പുറത്തെടുത്തത്. അല്ലെങ്കിൽ പിന്നെ ഇവർക്കൊരു ക്ലാരിറ്റി തരാൻ വേണ്ടി സംസാരിക്കാം. ഓക്കെ, അതായത് എങ്ങനെയാണ് സുധിയുടെ ജീവിതത്തിൽ ഞാൻ ഉണ്ടായിരുന്നത്, ഞാൻ എപ്പോഴും അതൊക്കെ ഇതിൽ ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഈ രേണുവിനോടുള്ള വെല്ലുവിളി നിങ്ങൾക്ക് ഡയറക്റ്റ് ആവാമായിരുന്നു ബെറ്റർ. പിന്നെ ഈ രേണുവിൻ്റെ വെട്ടുകിളി അറ്റാക്ക്, രേണു ഫാൻസ് എന്നൊക്കെ പറയും, എനിക്ക് തോന്നുന്നില്ല അങ്ങനൊരു ഈ നിങ്ങളുടെ മുത്തുച്ചിപ്പി ജീവിതം എന്നൊക്കെ പറഞ്ഞിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു കമൻറ്റിനെ കൺസിഡർ ചെയ്യുന്നില്ല നിങ്ങൾ പറഞ്ഞിട്ട്, പിന്നെ നിങ്ങൾ അവർ പറഞ്ഞ വാക്കുകൾ എൻടോസ് ചെയ്ത് വന്ന് നിന്നിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നത്. അപ്പോൾ അത് രണ്ട് സ്റ്റാൻഡായിട്ട് എനിക്ക് പേഴ്സണലി ഫീലായി. എൻ്റെ പേഴ്സണൽ ലൈക്ക് POV ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ കമൻറ്റ് ബോക്സിലിടാം. ഞാൻ ആദ്യമായിട്ട് സൂചിച്ചേട്ടനെ കാണുന്ന ഏഷ്യനെറ്റിൻ്റെ നമുക്ക് അവിടെ ഒരു റൂം ഉണ്ടായിരുന്നു. ആ റൂമിൽ വെച്ച് എനിക്കെൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, പ്രിൻസ് പാലസ്. ഓക്കെ, പ്രിൻസ് പാലസിൽ വെച്ചിട്ടാണ് ഞാൻ സൂചിച്ചേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. രാവിലെ ഒരു 7 മണി 7:30 ആയപ്പോഴാണ് ഞാൻ സൂചിച്ചേട്ടനെ കാണുന്നത്. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് സജിച്ചേട്ടനാണ്. സജി പേയാട് സുധിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സജിച്ചേട്ടൻ. അങ്ങനെ ഒരു ദിവസം തൊട്ടടുത്ത വീട്ടിലെ ഫോണിലേക്ക് എന്നെ വിളിച്ചു, ഏഷ്യനെറ്റിൽ ഇങ്ങനെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്, ഗ്രൂമിങ്ങിന് നീ വരണം, നമ്മൾ റിഹേഴ്സൽ ചെയ്യുവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും എൻ്റെ അമ്മയും കൂടിയാണ് പോകുന്നത്. ഒറ്റയ്ക്കുമല്ല ഞാൻ പോകുന്നത്, എൻ്റെ അമ്മയുണ്ട് കൂടെ. ഈ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ കൊല്ലത്തും ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്, ഞാൻ സൂചിച്ചേട്ടനൊക്കെ ഒരുമിച്ചാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഏഷ്യനെറ്റിൽ തന്നെ കുറച്ചധികം ആൾക്കാർ നമ്മളെക്കുറിച്ച് മോശം പറയാൻ തുടങ്ങി. സത്യത്തിൽ എനിക്ക് ആ സമയത്ത് എനിക്ക് പേര് വെളിപ്പെടുത്താൻ പറ്റത്തില്ല കേട്ടോ. അവിടെ ഒരു അഫെയർ ഉണ്ടായിരുന്നു മറ്റൊരാളുമായിട്ട്, ഏഷ്യനെറ്റിൽ അഫെയർ ഉണ്ടായിരുന്നു എനിക്ക്. ഈ പ്രശ്നം അങ്ങ് ഭയങ്കര വിവാദമായപ്പം ആള് തന്നെ ഒരുമാതിരി എന്നോട് സംസാരിച്ചു. അപ്പം ഞാൻ സൂചിച്ചേട്ടനോട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത് നമ്മളെക്കുറിച്ച്, ചേട്ടനെ കൊണ്ട് നടക്കുന്നതെന്ന് മാത്രമല്ല പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് കല്യാണം നോക്കാം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ചേട്ടൻ പറഞ്ഞ് അമ്മയോട് പറഞ്ഞ് ഈ ചെറിയ പ്രായത്തിൽ എടുത്തിയാടി ഓരോന്ന് ചെയ്യുന്നതാണ് അമ്മ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സുധീയുടെ ജീവിതത്തിലേക്ക് വീണ എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുന്നത്. അതായത് കിച്ചൂടെ അമ്മയുടെ അവരുടെ ആ ഒരു മാറി നിൽക്കലിന് ശേഷം ഈ പറഞ്ഞ വീണ വരുന്നു ലൈഫിലേക്ക്. അത് ഒരേ ഷോയുടെ ഭാഗമായിട്ട് വരുന്ന 2 പേര് ഓബിയസ്ലി ഒരേ സ്ഥലത്ത് നിന്ന് ട്രാവൽ ചെയ്ത് ഷോയ്ക്ക് പോകുന്നു. ഇപ്പം ഇവർ ഈ പറഞ്ഞ വേർഷനകത്ത് എവിടെയും സുധി ഒരു ഫ്ലേർട്ടായിട്ട് വന്നതോ അല്ലെങ്കിൽ സുധി അങ്ങോട്ട് കയറി പറഞ്ഞതോ ആയിട്ടൊന്നുമില്ല. ബാക്കിയുള്ളവർ പറഞ്ഞതിൽ നിന്ന് വന്ന ഒരു റിലേഷൻ, അതായത് ഓൾറെഡി അവർക്ക് ഏഷ്യാനെറ്റിൽ റിലേഷൻ ഉള്ളപ്പോൾ
ബാക്കിയുള്ളവരുടെ സംസാരത്തിൻ്റെ മുകളിൽ, അതായത് അവർ ഇവരെ കുറിച്ച് എന്തൊക്കെയോ വേണ്ടാത്തരം പറഞ്ഞതുകൊണ്ട് പിന്നെ അതൊരു റിലേഷനിലേക്ക് ബിൽഡ് ആവുന്നു, കല്യാണം കഴിച്ചേ പറ്റൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്കൊക്കെ പോയി എന്നാണ് ഇവർ പറയുന്നത്. എനിക്കിതിലൊരു ക്ലാരിറ്റി എനിക്കത് ഒട്ടും ഇനി എന്താണെന്നേ മനസ്സിലായിട്ടില്ല. അങ്ങനെയൊക്കെ വരുമോ? ബാക്കിയുള്ളവർ നമ്മളെക്കുറിച്ച് പറഞ്ഞു, അത് ഓൾറെഡി റിലേഷനുള്ള ഒരാൾ, ആ റിലേഷനിലുള്ള വ്യക്തിയും ഇവരെക്കുറിച്ച് സുധിയും നീയും തമ്മിൽ എന്തെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു കല്യാണത്തിലേക്ക് പോകുന്നു. അതിൻ്റെ അപ്പോൾ തന്നെ സുധി പറഞ്ഞു എന്ന് ഇവർ പറയുന്നുണ്ട് ഇവരുടെ വീട്ടിൽ കുട്ടിയാണ്, അപ്പോൾ തോന്നലായിരിക്കാം എന്നൊക്കെ പറഞ്ഞു എന്നും പറയുന്നുണ്ട്. സോ ഓക്കെ, അവരങ്ങനെ കല്യാണം കഴിച്ചു. ഇതാണ് സുധിയുടെ ജീവിതത്തിലേക്ക് ഈ ലേഡി കയറി വരുന്നത്. സോ ഇതൊരു പ്രോപ്പർ കല്യാണമായിരുന്നു, പ്രോപ്പർ വേയിലുള്ള കല്യാണമാണ്. അത് ഫ്രണ്ട്സിനും എല്ലാവർക്കും, അതായത് ഇപ്പോൾ ഏഷ്യാനെറ്റിലും ബാക്കി പരിപാടിയിലൊക്കെ ഉള്ള എല്ലാവർക്കും അറിയാമെന്നും എല്ലാ കാര്യങ്ങളും ഇവർ പറയുന്നുണ്ട്. ഓക്കെ, അവിടെയാണ് ദ നെക്സ്റ്റ് ഡൗട്ട്, ട്വിസ്റ്റ് ഇൻ ദ പ്ലോട്ട് വരുന്നത്. അതായത് അടുത്ത ക്യാരക്ടറായ രേണു ഇവരുടെ ലൈഫിലേക്ക് ഈ രണ്ട് പേര്, സുധിയും ഈ വീണയും പോകുന്ന ലൈഫിലേക്കാണ് രേണു വരുന്നത്. സോ ഓബിയസ്ലി രേണുവിന് വീണയെ അറിയാത്ത പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എല്ലാവർക്കും വീണയെ അറിയാം, കാരണം വീണ ഇതേപോലൊരു ഷോയുടെ ഭാഗമായി നിന്ന സമയത്താണ് സുധിയുടെ ലൈഫിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്നിപ്പോൾ ഇവർ ഈ ഇൻ്റർവ്യൂ കൊടുത്തു, രേണു ഇനി ഇതിനൊരു മറുവശം പറയും, സുധി മാത്രമാണ് ഇതിൽ സംസാരിക്കാനില്ലാത്തത്, എന്നാൽ സുധിയാണ് സംസാരിക്കേണ്ട വ്യക്തി താൻ. മനസ്സിലായോ? ഇനി ഇതൊക്കെ അറിയുന്ന കുറേ ഫ്രണ്ട്സ് പുറത്തുണ്ട്. ഇത് ഏത് ലെവൽ സ്ക്രിപ്റ്റാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഈവൻ ഇഫ് ഇറ്റ്സ് എ റിയാലിറ്റി, ബട്ട് ഇതൊരു എന്താ പറയുക, ഒന്നും പറയുന്നില്ല ഏത് തരം സ്ക്രിപ്റ്റാണെന്നുള്ളത്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ. എൻ്റെ കല്യാണം നടക്കുന്ന സമയത്ത് അതിൻ്റെ തലേ ദിവസം നമ്മുടെ എറണാകുളത്ത് കോമഡി സ്റ്റാർസിൻ്റെ 500 200 എന്നറിഞ്ഞൂടെ എപ്പിസോഡ് സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇവർക്ക് അവരുടെ സമുദായത്തിലാണ് നമുക്ക് തലേന്ന് ഈ സാരി കൊണ്ട് തരികയും പിന്നെ അതുപോലെ ഈ റിസപ്ഷൻ പോലെ വീട്ടിൽ നിന്ന് ചേച്ചിയും അതായത് പെങ്ങളും ചേട്ടത്തിയും ഒക്കെ വന്ന് കൊണ്ടുതന്നു. അപ്പം ഞാൻ ആ എപ്പിസോഡിൽ പങ്കെടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പം നമ്മുടെ ഇപ്പം നിൽക്കുന്ന നിലവിലുള്ള കുറേ ട്രാൻസ്ജെൻഡർ വുമൺസ് നമ്മുടെ ആ ഒരു മാരേജ് ഫംഗ്ഷൻ, അതിനകത്ത് ഒരാൾ മരിച്ചുപോയി, ശ്യാം എന്നും പറഞ്ഞിട്ട് ഒരാൾ മരിച്ചുപോയി, വന്നു. അവരൊക്കെ തന്നെയാണ് എന്നെ മേക്കപ്പ് ഒക്കെ ചെയ്തതും കല്യാണത്തിനൊക്കെ. അവരൊക്കെ തന്നെ തലേന്ന് മുതലേ വീട്ടിലുണ്ട്. അപ്പൊ കല്യാണത്തിന്റെ അന്ന് വെളുപ്പിലെ സുധിച്ചേട്ട 5 മണിയായപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ നമ്മുടെയും സുധിയുടെയും കോമൺ ഫ്രണ്ട്സ്, നമുക്ക് ഒരു ഫീൽഡ് നിൽക്കുന്നുണ്ട്, ഇവരും ഒക്കെ ആയിട്ടാണ് വരുന്നത്, നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വന്ന് റൂം തുറന്ന് സുധിച്ചേട്ട ഓടി വന്ന് കല്യാണത്തിന്റെ അന്ന്. അപ്പൊ അത്രയും ഞങ്ങൾ ഡീപ്പ് റിലേഷൻ ആയിരുന്നു, അതായത് കൂട്ടുകാരെ പോലൊക്കെ തന്നെയായിരുന്നു. ഒരു ഉമ്മയൊക്കെ തന്നെ ഞാൻ കണ്ടുറന്നേക്കും. അപ്പൊ ഞാനിങ്ങനെ വെച്ച് എന്തുവാണേ കാണിക്കുന്നതെന്ന് ഇങ്ങനെ പറയും. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഈ ട്രാൻസ്ജെൻഡർ വുമൺ എല്ലാവരും ഉണ്ട്. എല്ലാവരും വന്നിട്ട് പറഞ്ഞു, സുധിച്ചേട്ടോ നിങ്ങൾക്ക് കുറച്ച് സമയം ക്ഷമിക്കാനെന്ന് അങ്ങനെ കളിയാക്കിയൊക്കെ ചെയ്തു. ഓക്കെ, അപ്പോൾ അത് ആ റിലേഷൻ, അതായത് സുധിയും ഈ ലേഡിയും തമ്മിൽ എത്രത്തോളം ഡീപ്പായിരുന്നുള്ള റിലേഷനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ കാര്യങ്ങൾ അവിടെ തുറക്കും മുതൽ പറഞ്ഞു വെക്കുന്നത്. ഇത്രയും ഡീപ്പായിട്ടുള്ള റിലേഷനിക്കാണ് ഇവർ തമ്മിൽ കല്യാണം കഴിച്ച് ഭാര്യ ഭർത്തൃ ബന്ധം നടക്കുമ്പോൾ രേണുവിൻ്റെ എൻട്രി. മനസ്സിലായില്ലേ? ഇത്രയും ഡീപ്പായിട്ട് റിലേഷനിക്ക് രേണുവിൻ്റെ എൻട്രി, ഓൾറെഡി മദ്യപാനയായിട്ടുള്ളൊരു സുധി, രേണുവിൻ്റെ എൻട്രി. അത് രേണുവിനെ ഒരു സൈഡിൽ ഈ കല്യാണം കഴിച്ച ലേഡിയെ അറിയിക്കാതെ കൊണ്ട് നടക്കുന്ന സുധി. ഇപ്പോൾ സുധി ആരുടെ? അപ്പോൾ സുധീൻ്റെ അവസ്ഥ എന്താ? നിങ്ങൾ തന്നെ പറയാതെയും പറഞ്ഞിട്ടുമായിട്ട് നിങ്ങൾ വലിച്ചു കീറാൻ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സുധി എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ പേഴ്സണൽ ലൈഫും അയാളുടെ സ്വഭാവമാണ്. ഇപ്പം അയാൾ സംസാരിക്കാൻ അയാളില്ല. അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എന്താ പറയുക അറിയൂ? അയാൾ ആദ്യം പറയുമ്പോൾ നിങ്ങൾ ആരും വേണ്ടേ, ഞാൻ തീരാൻ പോവാന്ന്. ആ ഒരു അവസ്ഥയിൽ ചെന്നെത്തില്ലേ കാര്യങ്ങൾ. നിങ്ങൾ ഈ നല്ലതിനോ ചീത്തയ്ക്കോ എന്തിനു വേണ്ടിയാണെന്നുണ്ടെങ്കിലും സുധിയുടെ ഒപ്പം ജീവിതത്തിലുണ്ടായിരുന്ന നിങ്ങളൊക്കെ വന്ന് ഇരുന്നിട്ട് ഈ പറഞ്ഞിട്ടും പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടും ഒക്കെ ഒരു ബാഡ് ഇമ്പാക്റ്റ്, ലൈക്ക് അയാളുടെ ജീവിതം എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഒരു മനുഷ്യനാണ്, കള്ളു കുടിക്കും, ഫ്ലേട്ടിങ് പരിപാടികളൊക്കെ കാണുമായിരിക്കും, മനസ്സിലായോ? പൈസ കടമകളൊക്കെ ഉണ്ടായിരിക്കും. മരിച്ചു കഴിഞ്ഞൊരു എന്താ പറയുക, ശൂന്യതയിലേക്ക് പോയ സുധി എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഒരു ടൈമിൽ നല്ലൊരു ഫേസ് ഉണ്ടായിരുന്നു, അതാണ് പോയി കിട്ടുന്നുണ്ട്. തകർന്നു എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും തകർന്നു. പക്ഷേ സുജിയുടെ അന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എന്നെ എൻ്റെ അമ്മയും കൈവിടത്തില്ലെന്ന്. പക്ഷേ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴും ഞങ്ങള്
എൻ്റെ അമ്മയുടെ സ്ഥലം കല്ലടയാണ്. അവിടുന്ന് വസ്തു വിറ്റുകൊണ്ട് വരുമ്പോൾ അവിടുന്നാണ് നമ്മൾ വസ്തു വിറ്റിട്ട് കൊല്ലത്തേക്ക് വരുന്നത്. വരുമ്പോൾ സൂചിച്ചേടന്നൊരു വാക്കുണ്ടായിരുന്നു, ഞാനുണ്ട് എന്നൊരു വാക്ക്. എൻ്റെ അമ്മ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നീ എന്നെക്കാളും ഇഷ്ടമായിരുന്നു എൻ്റെ അമ്മയ്ക്ക്. ശരിക്കും ആ കുടുംബത്തിലും പിരിച്ചുകൊണ്ട് പോയത് രേണുവാന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും ഇവര് രേണു പറഞ്ഞതിൽ രേണുവിനൊരു റിവെഞ്ച് എന്നുള്ള നിലയ്ക്ക് നീ എന്നെ കുറിച്ച് പറഞ്ഞു കിടക്കില്ല, ഞാൻ പൊതുജനത്തിനോട് പറയും കാര്യങ്ങളെന്ന് പറയാൻ വേണ്ടി വന്നതാണെങ്കിലും ഒരു 95% സുധി എന്ന് പറഞ്ഞ വ്യക്തിക്കുള്ള അടിയാണ് നിങ്ങൾ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി എത്ര സ്നേഹം ഉണ്ടെങ്കിലും സുധിയോട് എത്രത്തോളം നിങ്ങൾ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും അറിഞ്ഞോ അറിയാതെ നിങ്ങൾ കൊട്ടിക്കൊണ്ടിരിക്കുന്ന സുധീൻ്റെ തലക്കിട്ടിട്ടാണ്. കാരണം ഇപ്പോൾ നിങ്ങളെത്രയും കാര്യമായിട്ട് ജീവിതത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു നോക്കാമെന്നൊക്കെ പറഞ്ഞ സുധി പകുതി വഴിക്കിൽ നിങ്ങളെ ഇട്ടിട്ട് പോയത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുമായിട്ടുള്ള കല്യാണവും കാര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ചതിന് ശേഷം, ബന്ധമൊക്കെ ഉപേക്ഷിച്ചതിന് ശേഷം രേണുവിനെ കല്യാണം കഴിച്ച് അതിലൊരു കുട്ടി ഉണ്ടായിട്ട് ഒരു പ്രോഗ്രാമിൻ്റെ സ്റ്റേജിൽ വന്നിട്ട് സുധി പറയുന്നത് എനിക്ക് ഇതിനു മുമ്പ് കിച്ചൂടെ അമ്മയാണ് ഉണ്ടായിരുന്നത്, അതിനുശേഷം എൻ്റെ രണ്ടാമത്തെ ഭാര്യ രേണുവാണെന്നാണ്. സോ അതിൽ വില്ലൻ ആരാ അപ്പോൾ? സുധിയാണോ? നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് സുധിയാണ് വില്ലൻ എന്നാണ്, ഓബിയസ്ലി. അല്ലെങ്കിൽ എന്തുകൊണ്ട് സുധി അന്ന് 3 ഭാര്യമാരുണ്ട് എനിക്ക്, അതിനിടയിൽ എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നു. കാരണം ആ സ്റ്റേജിൽ വന്ന് നിന്ന് സുധി അത് പറയുമ്പോൾ സുധിക്ക് ചുറ്റുപാറുമുള്ള സുധിയുടെ ബാക്കി കലാകാരന്മാരായ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളെക്കുറിച്ച് അറിയുമല്ലോ. അപ്പം ഇപ്പം നിങ്ങൾ പറയുന്നു രേണു നിങ്ങളെക്കുറിച്ച് ബാക്കിയുള്ളവരോട് പറഞ്ഞ് നടക്കുന്നത് നിങ്ങൾക്ക് ഇത്ര വേദനിക്കുന്നുണ്ടെങ്കിൽ, സുധി പബ്ലിക്കായിട്ട് ഒരു സ്റ്റേജിൽ, ഒരു ഷോയുടെ സ്റ്റേജിൽ കയറിയിട്ട് എനിക്കാകെ 2 ഭാര്യമാരേ ഉള്ളൂ, ഒന്ന് കിച്ചൂടെ അമ്മയും എൻ്റെ സെക്കൻഡ് വൈഫ് ഇപ്പോൾ രേണുവാണെന്ന് പറയുമ്പോൾ അത് നിങ്ങൾ അന്ന് എത്ര ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും? ആക്ച്വലി ഇന്ന് പുറത്ത് വന്ന നിങ്ങൾ അന്നല്ലേ പുറത്ത് വരേണ്ടത് മാഡം. എനിക്ക് തോന്നുന്നു നിങ്ങൾ അന്നാണ് പുറത്ത് വരേണ്ടത്. അപ്പം നിങ്ങൾ സുധി പോകാൻ കാത്തിരിക്കുമായിരുന്നു. അതുൽ ബ്രോ എന്ന ഒരു ബ്ലോഗറാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫെയിമിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ വ്യക്തി ഫെയിമിൽ വന്നു. അപ്പോൾ ബ്രോയ്ക്ക് ഞാൻ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരിക്കലും എന്നെ സംബന്ധിച്ച് എനിക്ക് ഫെയിമിൽ വരാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. പ്രത്യേകിച്ച് മരിച്ച ഒരാളുടെ പേര് വെച്ചിട്ട്. ജീവിച്ചിരിക്കുന്ന സമയത്തോ ഞാൻ പുള്ളിയുടെ പേര് വെച്ചിട്ട് ഒന്നിനും പോയിട്ടില്ല. അതായത് ആ ടൈമിൽ പോലും പുള്ളിയുടെ കൂടെ ഉള്ളപ്പോൾ ടൈമിൽ, അദ്ദേഹം മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞല്ലോ. 2 വർഷം കഴിഞ്ഞു. പിന്നെ മരിച്ചിട്ട് നിൽക്കുന്ന ഒരാളെ ആ ഒരു ഫ്രെയിമിൽ വന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? ഒന്നത് ഞാൻ വേറൊരാളുടെ ഭാര്യയാണ് ലീഗലി. പിന്നെ കുറേ പേര് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കാശിന് വേണ്ടിയിട്ടാണെന്ന്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്, നിലവിൽ ഒരു ഭാര്യയും 2 മക്കളും അമ്മയും സഹോദരങ്ങളും ഉള്ള ഒരാളുടെ ഇൻഷുറൻസ് കാശ് എനിക്ക് എങ്ങനെയാണ്? ഫസ്റ്റൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു നിങ്ങൾ ഫെയിമിന് വേണ്ടിയിട്ടാവില്ല. ബാക്കിൽ സുധിയുടെ ഭാര്യ അത് ലിവിങ് ടുഗെദർ ആയിരുന്നു, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ മേടിച്ച് പോയ ഒരാളാണ്, കല്യാണം ഒന്നും ലീഗലി കഴിയാത്ത ഒരാളാണ്, ചുമ്മാ വെറുതെ കീപ്പായിട്ട് വെച്ചാന്ന് നിങ്ങളെ കുറിച്ചിട്ട് രേണു പറയുമ്പോൾ നിങ്ങൾക്ക് വന്നൊരു റിവെഞ്ച് ഫ്രസ്ട്രേഷൻ എന്നാണ് നിങ്ങൾ ഇറങ്ങിയെന്നുള്ളത് ആദ്യമൊക്കെ ഞാനും നിങ്ങളുടെ വോയിസ് കേട്ടപ്പോഴൊക്കെ വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനി എനിക്കറിയില്ല നിങ്ങൾ എത്ര ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്തു എന്നുള്ളത്. ഇൻ്റർവ്യൂ ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി കൊടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി ടോപ്പിക്ക് ഏറ്റെടുക്കുന്നു, നടത്തുന്നു. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ബേസിക്കലി നിങ്ങളുടെ ലൈവ് വീഡിയോ അല്ലെങ്കിൽ വേറെ ചാനൽ അല്ലെങ്കിൽ ഈ ചാനലായിട്ട് നിങ്ങൾ പറഞ്ഞു തീർത്തു. ഇനിയിപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ വരുമെന്ന് എനിക്കറിയില്ല. തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും എടുത്തു. ഏകദേശം 10 ലക്ഷം ആൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി രേണു പറഞ്ഞു നടന്നത് കൊണ്ടാണ് നിങ്ങൾ വന്നത്, അത് നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ വന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെ അതുലിനെ പോലെ ഒരാൾ സംസാരിച്ചു, അതായത് നിങ്ങൾ ഫെയിമിന് വേണ്ടിയാണോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹേർട്ട് ആവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ സുധി ജീവിച്ചിരിക്കുന്ന സമയത്ത് സുധി തന്നെ സുധീൻ്റെ വായുകൊണ്ട് നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ആ ടൈമിൽ നിങ്ങൾക്കത് ചോദിക്കാനും പറയാനും ഉണ്ടായില്ല. അപ്പോൾ ദാറ്റ് ഷോസ് നിങ്ങൾ നല്ല രീതിയിൽ പോയിരുന്നൊരു ബന്ധത്തിനിടയിലേക്ക് വന്ന കരട് പോലെയാണ് നിങ്ങൾ. കരട് പോലെയല്ല, കരടാണ് രേണു എന്നുള്ളത് നിങ്ങൾ പറയുന്നുണ്ട്. രേണുവിനോടാണ് നിങ്ങളെ കംപ്ലീറ്റ് ദേഷ്യം. ഓക്കെ, അപ്പോൾ അത് സുധി ഉള്ള സമയത്ത് നിങ്ങൾ പ്രകടിപ്പിച്ചില്ല. പക്ഷേ സുധി പോയപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടി, നിങ്ങളത് പ്രകടിപ്പിച്ചു. ആൻഡ് ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഇതൊരു ഫെയിമിന് വേണ്ടിയിട്ടാണോ എന്നൊരു ക്വസ്റ്റ്യൻ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യം നിങ്ങൾക്കില്ല. ഓക്കെ, ബേസിക്കലി നിങ്ങൾക്ക് എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഫെയിം തന്നെയാണ്. മനസ്സിലായോ? ഫെയിമിനേക്കാൾ കൂടുതൽ ഞാൻ പറയുന്നത് വിസിബിലിറ്റി. ഫെയിം എന്ന് പറയാൻ പറ്റില്ല, വിസിബിലിറ്റി. മനസ്സിലായോ? സോ ആ ഒരു ചോദ്യം കൊണ്ടൊന്നും നിങ്ങൾക്ക് ഹേർട്ട് ആവേണ്ട കാര്യമൊന്നുമില്ല. ബിഗ് ബോസിലേക്ക് പോകാനുള്ള ഒരു ഇതാണെന്ന് പറഞ്ഞു. ഒരിക്കലും ബിഗ് ബോസുകാർ വിളിച്ചാലും ഞാൻ പോകില്ല. എനിക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വേണ്ട.
കൃത്യമായ ക്ലാരിറ്റിയാണ്. കൃത്യമായ ക്ലാരിറ്റിയാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ്. ബിഗ് ബോസ് വരാനും വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ ഈ കിടന്ന് കാണിക്കുന്നതും ഒക്കെ. ഒരിക്കലും ഞാൻ ബിഗ് ബോസിൽ വരില്ല, ഇതെൻ്റെ വാക്കാണ്. അത് മറ്റുള്ള പ്രേക്ഷകരോട് ഒരിക്കലും ഒരു ഫെയിമും എനിക്ക് ആവശ്യമില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരോടും അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരോടും വെളിയിൽ സുധിയുടെ കൂട്ടുകാരോടും ഞാൻ നിങ്ങൾക്ക് തെളിവ് കേൾപ്പിച്ചു തരാം. തെളിവ് ഇതിനകത്തുണ്ട്. കൂട്ടുകാരോടും ഞാൻ സുധിയായിട്ട് ലിവിൻ ടുദർ ആയിരുന്നു. ഈ ലിവിൻ ടുദർ എന്ന് വെച്ചാൽ എന്താണെന്ന് ചിലപ്പം ആ കുട്ടിക്ക് അറിയത്തില്ലായിരിക്കും. ആയിരുന്നു. സുധി എന്നെ ഒഴിവാക്കി വിടാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. ഇതൊരു 6 മാസ കാലമായിട്ട് ഞാൻ ഇത് കേൾക്കുന്നുണ്ട്. ബിഗ് ബോസിൽ വരില്ല, ഇനി വിളിച്ചാലും പോവില്ല, ഫെയിം വേണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളെ വിളിക്കൂല. ഓക്കെ, അത് എനിക്കറിയാം. ഓക്കെ ഫൈൻ, ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നില്ല. ഡ്രോപ്പ് ഇറ്റ് ദെയർ ഇറ്റ് സെൽഫ്, അവിടെ പോട്ടത്. എന്താണെങ്കിലും ഇതിൽ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാവരുടെ അടുത്തും പറഞ്ഞു നടക്കുന്ന രേണു, ആക്ച്വലി ഞാൻ പറയുമ്പോൾ രേണുവിനും തന്നെ ഇതിൻ്റെ കാര്യം ഉണ്ടായിരുന്നില്ല. രേണു എന്തിനാണ് ഈ ഒരു ആളെ ലൈക്ക് അങ്ങനെ ഒരു ആളെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് പോകണമെന്നുള്ളത് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. രേണുവിന് ഓബിയസ്ലി അറിയാം, കിച്ചുവിന് അറിയാം ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ട് ആ യൂണിവേഴ്സിൽ എന്നുള്ളത്. അങ്ങനെയുള്ള സമയത്ത് രേണു എന്തുകൊണ്ട് വാണ്ടഡ്ലി ഈ പേര് ഇഗ്നോർ ചെയ്ത് കളയുന്നു, വൊമിറ്റ് ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 റീസൺ ആയിരിക്കും. ഒന്ന്, ഈ പേര് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധിയുടെ ലൈഫിലേക്ക് ഇവർ രണ്ടുപേരും വീണയും സുധിയും ജീവിക്കുന്ന സമയത്ത് രേണു കടന്നു വന്നതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ വീണയ്ക്ക് പറയാനുണ്ടാവും. ഓക്കെ, ഇല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ സംഗതി പേടിക്കേണ്ടതില്ല. അതിപ്പോൾ ഇവർക്ക് അറിയാം, എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം ഇൻഷുറൻസിൻ്റെ സംഗതി ഒന്നും എന്ത് വരില്ല. ഇവർക്ക് ഈ വീണ എന്ന് പറഞ്ഞാൽ ഇവർക്ക് അതിലേക്കൊന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, അവർക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്നും കിട്ടാനും പോകുന്നില്ല. മേ ബി രേണു ഇനി അങ്ങനെ ചിന്തിച്ചോ എന്നുള്ളതും പറയാൻ പറ്റില്ലല്ലോ. സോ ആ ഒരു ക്ലെയിം വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പല സ്ഥലത്തും സ്റ്റാമ്പ് ചെയ്യുന്നത് രേണു മറ്റേ സർട്ടിഫിക്കറ്റൊക്കെ പൊക്കി പിടിച്ചിട്ട് ഞാനാണിപ്പോൾ ലീഗലി വൈഫ്, ഒഫീഷ്യൽ വൈഫ് എന്നുള്ളത്. രണ്ട് കാരണങ്ങളുണ്ടാണ്. എനിക്ക് തോന്നിയ 2 കാരണങ്ങളാട്ടോ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഈ 2012 അവസാന സമയങ്ങളിലാണല്ലോ വിവാഹം കഴിച്ചത്, ഡിസംബറിൽ. അതെ അതെ അതെ. അതിനുശേഷം ഇപ്പം 2015 ആയപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ. 2014 ആയപ്പോഴും പ്രശ്നങ്ങൾ തുടങ്ങി, അത്യാവശ്യം പ്രശ്നങ്ങൾ തുടങ്ങി. പിന്നെ അത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ്. അത് ശരിക്കും രേണുവിന്റെ വിഷയം തന്നെയായിരുന്നു. രേണുവിന്റെ വിഷയം മാത്രമല്ല, അത് ഞാൻ പറയുന്നില്ല. കാരണം എനിക്കങ്ങനെ എല്ലാം പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ സുചേനോട് കൂടുതൽ വഴക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മദ്യപാനം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തന്നെയാ ആയിരുന്നു. സ്ഥിരം മദ്യപാനത്തിലേക്ക് മദ്യപിക്കുമായിരുന്നു, എപ്പോഴും മദ്യപിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ രാവിലെ സുചേട്ടന് മദ്യം വേണം, ഉച്ചയ്ക്കും വേണം, വൈകിട്ടും വേണം. അങ്ങനെ ഒരു, ഞാൻ തെറ്റായിട്ടൊന്നും പറയുമല്ല, സുചേൻ്റെ ഒരു ക്യാരക്ടർ പറഞ്ഞതാണ്. മദ്യം വേണമായിരുന്നു. മദ്യപിച്ച് ഓടെ കിടക്കുന്നയോ അല്ലെങ്കിൽ മദ്യപിച്ച് ഇങ്ങനെ അവശനായിട്ട് ഒരാൾ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നയോ അങ്ങനെയൊന്നുമില്ല. പുള്ളിക്കാരൻ വീട്ടിൽ ഇരുന്നേ മദ്യപിക്കാറുള്ളൂ. ബാറിൽ അങ്ങനെ ചുരുക്കമാണ് പോകുന്നത്. പോകാറുണ്ട്. ഇപ്പം ഞാനോ കിച്ചോ ഒന്നും കൂടെ ഇല്ലെങ്കിൽ ബാറിൽ പോകും. ഞങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ പുള്ളി ബാറിൽ പോകാറില്ല. ഇവിടെയും ടാർണിഷ് ആവുന്നത് ആരുടെ ഇമേജ് ആണെന്നാണ് ഇവർ ചിന്തിക്കാത്തത്. സുധിയുടെ അല്ലേ ഈ ലേഡി പറഞ്ഞു വെച്ചത് കേട്ടോ. രേണു മാത്രമല്ല റീസൺ, പല ഇഷ്യൂസ് ഉണ്ട്. ഭയങ്കര സ്നേഹത്തിലാണ്, ഭയങ്കര കെയറിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി. പല റീസൺ എന്ന് പറയുമ്പോൾ ഇവരെന്നെ പറയുന്നു ബാറിൽ പോയിട്ട് മദ്യപാനം ഒരു അലമ്പായിട്ട് ഇവരുടെ ലൈഫിലില്ല. രേണു വന്നത് ഒരു റീസൺ മാത്രമാണ്. അപ്പോൾ പിന്നെ സുധിയായിട്ട് പിരിയാനുള്ള ബാക്കി റീസൺ എന്താണെന്നുള്ളത് ഓബ്വിയസ്ലി ഇവരൊന്നും പറയുന്നില്ല. അവരത് അതായത് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അതായത് പറയാതെ തന്നെ എന്തോ വേറെ സംഗതികൾ. അപ്പം ഇത് ആരുടെ ക്യാരക്ടർ അസാസിനേഷനാണ് ഇവിടെ നടക്കുന്നത്? ആരുടെ ക്യാരക്ടറാണ് ഇവരെല്ലാവരും കൂടി വെച്ച് വലിച്ചു കീറുന്നത്? ഒരാൾ മരിച്ചു പോയി എന്നുള്ളത് കൊണ്ടും അയാൾ പറയാൻ ഇനി അയാൾ ഇല്ല എന്നുള്ളത് കൊണ്ടും അയാളെ വെച്ചിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല മക്കളെ. ഞാൻ പറയുമ്പോഴല്ലോ മരിച്ചതിന് ശേഷം ഇത്രയും ഞാൻ എഗൈൻ പറയുന്നു, ആത്മാവ് എന്ന് പറഞ്ഞ സംഗതിയിലൊക്കെ വിശ്വസിക്കുന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഗതി ഇനി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ വിശ്വാസമൊന്നുമില്ല. ഏറ്റവും ഗതി കിട്ടാത്തൊരു ആത്മാവ് ഈ സുധിയുടെ ആയിരിക്കും. എനിക്ക് സത്യത്തിൽ അന്നേരം അറിഞ്ഞുകൂടിയിരുന്നു രേണു ആയിരുന്നു ഞങ്ങൾക്കിടയിൽ കിടന്ന് കളിച്ചോണ്ടിരുന്നേന്ന്. പിന്നീട് എങ്ങനെയാ രേണു ആയിരുന്നു അതൊന്ന് മനസ്സിലായത്? സുധിച്ചേട്ടൻ പറഞ്ഞറിഞ്ഞു. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? രേണു ആയിരുന്നു എന്ന് പറഞ്ഞു. അന്ന് മെസ്സേജ് ഒക്കെ അയച്ച രേണു ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് അതായത് നിങ്ങളുടെ വിവാഹമോചനത്തിന് ശേഷം ദേവു എന്നായിരുന്നു പേരടിച്ചിട്ടിരുന്നത്. അപ്പോഴാണ് പറയുന്നത്, കാര്യങ്ങളൊക്കെ പറയുന്നത്. രേണു ആണെന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ചിട്ടില്ല, പക്ഷേ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. തെറിയൊക്കെ വിളിച്ചിട്ടുണ്ട്. നീ ആരടി,
എന്തടി നിനക്ക് അങ്ങനെ കുടുംബമായിട്ട് ജീവിക്കുന്നവർക്കാണോടി മെസ്സേജ് അയക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ താങ്കളുടെ തന്നെ വോയിസ് ഉള്ള ഒരു ഇന്റർവ്യൂ നേരത്തെ കണ്ടിരുന്നു. ആ ഇന്റർവ്യൂവിൽ താങ്കൾ പറയുന്നുണ്ട്, അതായത് അദ്ദേഹം ഒരു ദിവസം മദ്യപിച്ച് ഉറങ്ങുന്ന സമയത്ത് കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ ആ കണ്ടുപിടിച്ചതിന് ശേഷം ആ നമ്പറിലേക്ക് വിളിക്കുവോ? അന്ന് തന്നെയാണ് വിളിക്കുന്നത്. അന്ന് തന്നെയാണ് സുധിച്ചേട്ടൻ എൻ്റെ വീട്ടിൽ നിന്ന് അവരെ വീട്ടിലേക്ക് പോകുന്നത്. പിന്നെ ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്. ഈ നിങ്ങളായിട്ടുള്ള വിവാഹമോചനം അങ്ങനെ ലീഗലി നടന്നിട്ടുണ്ടോ? നമുക്ക് ഈ കൊല്ലം കോർട്ടിലാണ് നടന്നത്. കൊല്ലം കോർട്ടിലാണ് നമ്മൾ സംസാരിച്ച് ഒപ്പിട്ട് ഡിവോഴ്സ് ആയത്. അപ്പൊ അതിന് മുന്നേ ശരിക്കും രേണു സുധിയായിട്ടുള്ള വിവാഹങ്ങളും അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ തുടങ്ങിയിരുന്നു അദ്ദേഹം? ഇവരെ കൂടെ ഉള്ളൊരു ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റത്തില്ല ഇവര് പോയിട്ടുണ്ടോ വന്നിട്ടുണ്ടോ ഒന്നും. പക്ഷെ ഇവരെ കൂടെ നിന്നവർ പറഞ്ഞിട്ടുണ്ട്. അതായത് സുധിക്ക് കല്യാണം കഴിച്ച് ഇവരൊപ്പം ജീവിക്കുമ്പോൾ തന്നെ അവിഹിത സെറ്റപ്പായിരുന്നു രേണു എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇതാ ഞാൻ പറഞ്ഞത്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ ലൈഫിനെ കുറിച്ചും അല്ലെങ്കിൽ ഇപ്പോൾ ഇവർക്ക് രേണുവിനോടുള്ള ഒരു റിവെഞ്ച്, ഇപ്പോൾ സുധി ഇല്ലാത്ത സമയത്ത് വീണയെക്കുറിച്ച് വീണ കീപ്പായിരുന്നു എന്നും 1 ലക്ഷം വാങ്ങിയ കഥയും അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ പഴപ്പുകേടുകൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു കേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ സെറ്റപ്പ് ഒരു ഓൾറെഡി പോകുന്നൊരു ടൈമിൽ മാഡം നിങ്ങൾ വന്ന് ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ഒരു തേർഡ് പെർസ്പെക്റ്റീവ്, ഒരു മൂന്നാമത്തെ പെർസ്പെക്റ്റീവിൽ എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ സുധി എന്ന് പറഞ്ഞ വ്യക്തിയെയാണ് ഇട്ട് കൊടുത്തത് വീണ്ടും. ഓക്കെ, ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന ഇപ്പം എനിക്ക് തോന്നിയൊരു കാര്യമാണ്. എനിക്ക് നാട്ടുകാരുടെ കാര്യം ഞാൻ പറയുന്നില്ല, എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ എന്നെ തന്നെയല്ലേ പറയാൻ പറ്റും. എനിക്ക് കേട്ടപ്പോൾ ആരടാ സുധി, എൻ്റെ പൊന്നു സുധി, എൻ്റെ പൊന്നിടാവേന്ന് ചോദിച്ചാൽ അതിലാണ് സുധീനെ കുറിച്ച് എനിക്ക് ചോദിക്കാൻ തോന്നി. ഐ എം വെരി സോറി ടു സേ ദിസ്. ഇത് പറയിപ്പിക്കുന്നത് നിങ്ങളാണ്. കാരണം കാണുന്ന ആളുകൾക്ക് ഇത് അങ്ങനെ തോന്നുന്നു എന്ന് എനിക്ക് ഫീലാവും. എനിക്കങ്ങനെയാണ് തോന്നിയത്. എന്താണെങ്കിലും എന്തിന്, വൈ? നിങ്ങൾ ഓൾറെഡി കേസ് കൊടുത്തു, നിങ്ങൾ ഓൾറെഡി ഒരു വോയിസ് ഇട്ടു, നിങ്ങളെ പേഴ്സണൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിൽക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു പരിധി വരെ നിങ്ങൾ പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ രേണു നിങ്ങളെ പേരെ എടുത്ത് പറയില്ലായിരുന്നു. രേണു എല്ലാ സ്ഥലത്തും നിങ്ങളെ സ്കിപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ കുറേ ആളുകൾ ഇന്നലെ എനിക്ക് ഈ വീഡിയോ കുറേ പേര് അയച്ചു തന്നു. എന്നിട്ട് പറയുന്നതെന്താ അറിയാം എല്ലാവരും, കാരണം ആ കുട്ടിയെ കാണൂ, ഇത്ര നീറ്റായിട്ടാണ് ഡ്രസ്സ് ചെയ്യുന്നത്, ഇത്ര അടിപൊളിയായിട്ടാണ് സംസാരിക്കുന്നത്, അവരെന്തൊരു ഭംഗിയാണ് കാണാൻ, സുധിക്ക് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായിട്ട് സുധി ഇട്ടിട്ട് പോയോ? ഞാനൊരു കാര്യം പറയാമല്ലോ, ഭംഗി ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ അളക്കുന്നത്? ആളുകളോടാ ചോദിക്കുന്നത്, നിങ്ങൾ അങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ അളക്കുന്നത്? ഞാൻ പറയുന്നത് ഇവർ മോശം അവർ നല്ലത്, അവർ മോശം ഇവർ നല്ലത് എന്നല്ല. നമ്മൾ കാര്യമാണ് നോക്കേണ്ടത്. ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ ആ ടോപ്പിക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായി? അപ്പുറത്തെ വ്യക്തി കാണാൻ അങ്ങനെ ഡ്രസ്സിങ് ഇങ്ങനെ അവരങ്ങനെ കാണിച്ചു കൂട്ടുന്നു, ഇവരിങ്ങനെ വന്ന്. ഡു യു തിങ്ക് ഈ രണ്ടും റിയലാന്നുള്ളത്? റീലിൽ കാണുന്ന എല്ലാം റിയലാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നോ, ഒരിക്കലും അല്ല. ഇതൊന്നും അല്ല റിയാലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നെ അപ് ടു പീപ്പിൾ. ഈ യൂണിവേഴ്സ് കാണുന്ന ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളോടാണ് പറയാനുള്ളത്, ഇതൊരു വല്ലാത്ത അഭിഞ്ഞ യൂണിവേഴ്സാണ് മക്കളെ. കൊള്ളാം എന്താണെങ്കിലും.